പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, പത്രോസ് പറയുകയാണ്, സമയം അടുത്തു വരികയാൽ നിങ്ങൾ കൂട്ടായ്മയെ കൂടുതൽ ആചരിക്കുവാൻ. സമയം അടുത്തു വരികയാൽ യേശു പറയുകയാണ്, ഉണർന്ന് പ്രാർത്ഥിച്ചുകൊള്ളുവാൻ. സകല പ്രവാചകന്മാരും ഇതുതന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ അപ്പോസ്തലന്മാരും ഇതുതന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നാളും നാഴികയും അറിയായികയാൽ നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക, നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ നാം ഒരുക്കേണ്ടുന്ന കാലത്ത് നാം എത്തപ്പെട്ടിരിക്കുന്നു. നമ്മെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കേണ്ട നാളുകളിൽ നാം അകപ്പെട്ടിരിക്കുന്നു. ഇത് ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഇന്നത്തെ ചിന്തയ്ക്കായി തിരുവെഴുത്തിൽ നിന്ന് ചില വചനങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19 മുതൽ ചില വചനങ്ങൾ താഴോട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം ഇങ്ങനെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു: പുഴുവും തുരുമ്പും കെടുക്കായും കള്ളന്മാർ തുരന്നും മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. ഇവിടെ യേശു ഒരു നിക്ഷേപത്തെക്കുറിച്ച് പറയുകയാണ്. നമുക്ക് വ്യത്യസ്തമായ നിക്ഷേപങ്ങൾ ഉള്ളവരാണ് നാം എല്ലാവരും. അതൊരു പക്ഷേ ഇവിടുത്തെ ഭൗതികമാകാം, അല്ലാത്തതാകാം. പല ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവരാണ് നമ്മൾ. അല്ലാതെയുള്ള സ്വത്തുക്കൾ ശേഖരിച്ചു വെച്ചിട്ടുള്ളവരാണ് നമ്മൾ. നമുക്കറിയാം, നമുക്ക് മുൻ മറഞ്ഞുപോയ തലമുറ, കടന്നുപോയ തലമുറ, അവർ ശേഖരിച്ചതൊന്നും ആർക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. നാം ജീവനോടെ ഇരിക്കുമ്പോൾ ക്രിസ്തുവിൽ എന്ത് നാം നേടുന്നുവോ, യേശുവിൻ്റെ നാമത്തിൽ എന്ത് സമ്പാദിക്കുന്നുവോ, അത് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതാ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പുഴുവും തുരുമ്പും കെടുക്കായും കള്ളന്മാർ തുരന്നും മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. അപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് ആവശ്യമാണ്. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ സ്വർഗത്തിൽ അക്കൗണ്ട് ആവശ്യമാണ്. പിന്നെ അവിടെ സ്വീകരിക്കുന്ന പണം ഏതാണോ അതാണ് നാം സ്വരൂപിക്കേണ്ടത്. അതിനുവേണ്ടി നാം അധ്വാനിക്കണം. അവിടെ ഒന്നേ സ്വീകരിക്കൂ, യേശുവിൻ്റെ നാമത്തിൽ മാത്രം. വേറെ ഒന്നും സ്വർഗത്തിൽ സ്വീകരിക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ നാം എന്ത് അധ്വാനിച്ച് നേടുന്നുവോ, ആത്മീകമായിട്ട് എന്ത് നമ്മൾ ഉള്ളോ, അതേ സ്വർഗത്തിൽ നിക്ഷേപമായി മാറുക. ബാക്കി ഈ ഭൂമിയിൽ ഒന്നും സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ കാരണമായി തീരുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു. ഇനിയുള്ള നാളുകൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ വേണ്ടി നാം ഉപയോഗിക്കുക. അത് തിടുക്കത്തിൽ നാം ചെയ്യണം. നാം വേഗത്തിൽ അത് ചെയ്യണം. വളരെ സന്തോഷത്തോടെ വേണം, വളരെ ആനന്ദത്തോടെ വേണം. ഞെരുങ്ങിക്കൊണ്ടാകരുതേ, പിറുവിറുത്തുകൊണ്ടാകരുതേ, ആരെയും പഴി പറഞ്ഞും കുറ്റപ്പെടുത്തിക്കൊണ്ടും ആകരുതേ.
പ്രിയ സഹോദരങ്ങളെ, അന്യോന്യം സ്നേഹിച്ചും അന്യോന്യം ക്ഷമിച്ചും അന്യോന്യം പൊറുത്തും അങ്ങനെ യേശുവിൻ്റെ സ്നേഹം പൂർണ്ണമാക്കി അതിൽ നിന്ന് നമുക്ക് സ്വർഗത്തിലെ നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപം സ്വരൂപിക്കണം. അവിടെ സ്വരൂപിക്കേണ്ട നിക്ഷേപം എന്താണോ ആ നിക്ഷേപം ഇവിടെ നാം സഭാജീവിതത്തിലൂടെ നേടി എടുക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലൂടെ അല്ലാതെ നമുക്ക് ഒന്നും സ്വർഗീയ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയില്ല. ഈ യാഥാർത്ഥ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സ്വർഗത്തിലെ അക്കൗണ്ടിൽ നമുക്ക് എന്താണോ നിക്ഷേപിക്കാൻ കഴിയുന്നത് അത് സഭ മുഖാന്തരം നേടുന്നതാണ്. അല്ലാതെ അവിടെ ഒന്നും നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ സഭ ഏതാണ് എന്നത് അടുത്തൊരു പ്രശ്നമാണ്. ഇന്ന് കാണുന്നതെല്ലാം ദൈവസഭയെന്ന് ആണല്ലോ വിളിക്കപ്പെടുന്നത്. വ്യത്യസ്ത രീതികളിൽ, വ്യത്യസ്ത ക്രമങ്ങളിൽ, വ്യത്യസ്ത സംവിധാനങ്ങളിൽ, വ്യത്യസ്ത ഉപദേശങ്ങളിൽ, വ്യത്യസ്തമായ ക്രിയകളിൽ എല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സഭ ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ ശരീരമായ സഭയിൽ നിന്ന് ഇപ്പോൾ നാം നമ്മുടെ ദേഹിയാം പാത്രത്തിൽ എന്തു സ്വരൂപിക്കുന്നുവോ അതാണ് സ്വർഗത്തിൽ നിക്ഷേപമായി മാറുക. ബാക്കിയൊന്നും അവിടെ നിക്ഷേപമായി മാറില്ല. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു എന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യമുണ്ടാകണം. ആ അക്കൗണ്ടിൽ നമുക്ക് ആവശ്യമായ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യമുണ്ടാവണം. ഈ ബോധ്യം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും കാലം കഴിക്കും. നാളിതുവരെ കാലം കഴിച്ചതുപോലെ, നാളിതുവരെ സമയം ചെലവഴിച്ചതുപോലെ ഇനിയും നമ്മൾ ഈ ഭൂമിയിൽ, ഈ നശിച്ചു പോകുന്ന ഭൂമിയിൽ, അഗ്നിക്കായി സൂക്ഷിക്കപ്പെട്ട ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനിയും സ്വരൂപിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ അതിൽ ഒന്നും നമുക്ക് സ്വർഗത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല, അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. സ്വർഗത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് എന്താണോ അതാണ് നാം ശേഖരിക്കേണ്ടത്. അവിടെ പുഴുവും തുരുമ്പും മോഷ്ടാക്കളൊന്നും കയറില്ല. ഇവിടെ ഈ പറഞ്ഞതെല്ലാം സംഭവിക്കും. ഇവിടുത്തെ അക്കൗണ്ട് നിങ്ങൾ എത്ര സുരക്ഷിതമെന്ന് പറയുന്ന ബാങ്കുകളിൽ നിക്ഷേപിച്ചാലും, നിങ്ങൾ ഭൂസ്വത്തായിട്ട് നിക്ഷേപിച്ചാലും, നിങ്ങളല്ലാതെ സ്വർണമോ വെള്ളിയോ വാങ്ങിക്കൂട്ടിയാലും, കെട്ടിടങ്ങൾ പണിത് കൂട്ടിയാലും ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതൊന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിൽ നാം ശേഖരിച്ചിട്ടുള്ള സ്വർഗീയ നന്മകൾ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ നാം സ്വരൂപിച്ചിട്ടുള്ളതും യേശുവിൻ്റെ നാമത്തിൽ നേടിയിട്ടുള്ളതും മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഈ നാളുകളിൽ വളരെ ജാഗ്രതയോടെ, വളരെ സൂക്ഷ്മതയോടെ ദൈവവചനപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവരായി നമുക്ക് മാറണം. തുടർന്ന് നാം വായിക്കുന്നു, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ, നിന്റെ നിക്ഷേപം ഉള്ളോടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ഹല്ലേലൂയ. ഇവിടെ കൃത്യമായി പറയുകയാണ്, നിന്റെ നിക്ഷേപം ഉള്ളത് എവിടെയാണോ അവിടെ നമ്മുടെ ഹൃദയവും ഇരിക്കും. ഇന്ന് പലവരും നിർഭാഗ്യവശാൽ നിക്ഷേപം ഈ ഭൂമിയിൽ തന്നെയാണ് സ്വരൂപിച്ചിരിക്കുന്നത്. ഇനി അനേകർക്ക് നിക്ഷേപമായി മാറുന്നത് ചില സംഘടനകളാണ്. മറ്റു ചിലർക്ക് നിക്ഷേപമായി മാറുന്നത് ചില മത ഉപദേശങ്ങളാണ്. മറ്റു ചിലർക്ക് നിക്ഷേപമായി മാറുന്നത് ഇവിടെയുള്ള ആഡംബര ജീവിതമാണ്. ചിലവർക്ക് നിക്ഷേപമായി മാറിയിട്ടുള്ളത് തങ്ങളുടെ കുടുംബമാണ്. ചിലവർക്ക് നിക്ഷേപമായി മാറിയിട്ടുള്ളത് തങ്ങളുടെ ജീവിത പങ്കാളികളാണ്, മാതാപിതാക്കളാണ്, മക്കളാണ്. ഇതൊക്കെയാണ് പലവർക്കും നിക്ഷേപം. അതുകൊണ്ടാണ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തയും വിചാരപ്പെട്ടും കാലം കഴിക്കുന്നത്.
നമുക്കറിയാം, യേശുവിൻ്റെ സുഹൃത്തായ ലാസറിൻ്റെ സഹോദരിമാർ യേശു ലാസറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ലാസറിൻ്റെ 2 സഹോദരിമാരിൽ ഒരാൾ മർത്തയും മറിയവും. മറിയം യേശുവിൻ്റെ കാൽക്കീഴിലിരുന്ന് യേശുവിൽ നിന്ന് നിക്ഷേപം സ്വരൂപിച്ചു. മറിയത്തിന് അറിയാം, ഈ നിക്ഷേപം കൊണ്ടേ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. എന്നാൽ മർത്തയോ യേശുവിനെ അങ്ങോട്ട് നിക്ഷേപം കൊടുക്കുന്നവളായി മാറി. യേശുവിന് വേണ്ട ഭക്ഷണം ഒരുക്കാൻ അതിൻ്റെ ബന്ധപ്പാടിലും തിരക്കിലും മർത്തയായി. യേശുവിന് അങ്ങോട്ട് ഭക്ഷണം കൊടുക്കുന്നത് തെറ്റാണ് എന്നല്ല, പക്ഷേ ശരി മറിയം തിരഞ്ഞെടുത്തതായിരുന്നു. മർത്ത ചെയ്തത് തെറ്റാണ് എന്നല്ല, ശരി മറിയം തിരഞ്ഞെടുത്തതായിരുന്നു. മർത്ത യേശുവിനോട് പറയുകയാണ്, ഗുരു, എന്നെ തനിച്ചിവിടെ ആക്കിയിട്ട് അവളവിടെ വെറുതെ മെനക്കെട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇന്ന് ലോകം ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുന്നവരെ നോക്കി, യേശുവിൻ്റെ കൽപ്പന പാലിക്കുന്നവരെ നോക്കി, യേശുവിൻ്റെ നാമത്തെ പ്രസംഗിക്കുന്നവരെ നോക്കി, യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ നോക്കി, യേശുവിൻ്റെ നാമത്തിലെ പാപമോചനത്തെക്കുറിച്ച് പറയുന്നവരെ നോക്കി ഇന്നും ലോകം പറയുന്നത്, കുടുംബക്കാരും കൂടപ്പിറപ്പുകളും വേണ്ടപ്പെട്ടവരും പറയുന്നത്, വെറുതെ ഒരു പണിയുമില്ലാതെ മെനക്കെട്ട് നടക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നത് പണിയില്ലാത്തവർക്ക് ചെയ്യേണ്ട ഒരു ജോലി അല്ല പ്രിയപ്പെട്ടവരെ. അത് ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ വാക്കാണ്. യേശുവിനെ അനുഗമിക്കുന്നത് ഒരു പണിയും മറ്റൊരു കാര്യങ്ങളും ഇല്ലാത്ത ചില ആളുകളുടെ ജോലിയാണെന്ന് സാത്താൻ്റെ വേദമാണ്. അങ്ങനെ പറയുന്നത് സാത്താൻ്റെ ഉപദേശമാണ്. ഹല്ലേലൂയ. അവിടെ യേശു തിരിച്ച് മർത്തയുടെ അടുത്ത് മറുപടി പറയുന്നത്, മർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി കുഴഞ്ഞു പോയിരിക്കുന്നു. ഇന്നീ പറയുന്ന ആളുകളുടെ എല്ലാ അനുഭവം അതാണ്. യേശുവിൻ്റെ നാമത്തെ നിഷേധിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിലെ പാപമോചന സ്നാനത്തെ വിലക്കുന്നവർ, യേശുവിൻ്റെ നാമം വിളിക്കണ്ട എന്ന് പഠിപ്പിക്കുന്നവർ, അന്ന് പുരോഹിത വർഗം യോഹന്നാനോടും പത്രോസിനോടും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഉപദേശിക്കുകയും അശേഷം പഠിപ്പിക്കുകയും ചെയ്യരുതെന്ന് അവരെ തർജ്ജനം ചെയ്ത് പറഞ്ഞു. കൽപ്പന കൊടുത്തവരെ പറഞ്ഞയച്ചു. അതേ പുരോഹിത വർഗത്തിൻ്റെ പിൻഗാമികളാണ് ഇന്ന് യേശുവിൻ്റെ നാമം വിളിക്കേണ്ട എന്ന് പറയുന്നത്. യേശുവിൻ്റെ നാമം വിളിച്ചതുകൊണ്ട് അവർക്ക് വിരോധമില്ല. യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കിക്കോ, യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിക്കോ. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ആർക്കും പാപമോചനം നൽകരുത്. യേശുവിൻ്റെ നാമത്തിൽ പാപമോചന സ്നാനം നൽകരുത്. കാരണം ഇവരാരും സ്വർഗത്തിൽ പോകരുത്, ഇവരാരും യേശുവിനോടുകൂടെ നിത്യതയിൽ പോകരുത്, ഇവരാരും യേശുവിനോടുകൂടെ 1000 ആണ്ട് വാഴരുത് എന്ന് ഈ കള്ളപുരോഹിതന്മാർക്ക് നിർബന്ധമുണ്ട്. അവരെക്കുറിച്ചാണ് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 52 പറയുന്നത്. ശാസ്ത്രിമാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ തന്നെ ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല. പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞ് കടക്കുന്നവരെ നിങ്ങൾ തന്നെ തടുത്തും കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞ് അവരോ കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളോട് അനേകർ യേശുവിൻ്റെ നാമത്തെക്കുറിച്ചൊക്കെ ചോദിച്ചറിയും, യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള വചനം കേൾക്കും, അതിൻ്റെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കും. എന്നിട്ട് ഇവർ പോയി ചോദിക്കുന്നത് ആരോടാണെന്നറിയോ? യേശുവിൻ്റെ നാമത്തിൻ്റെ സ്നാനത്തെക്കുറിച്ചും, യേശുവിൻ്റെ നാമം ആരുടെ പേരാണ്, ആ പേരിൽ ഉള്ള അധികാരം എന്താണ്, ആ പേര് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഭൂതങ്ങൾ കീഴടങ്ങുന്നത്, ഈ കാര്യങ്ങളൊക്കെ പോയി ചോദിക്കുന്നത് സാത്താൻ്റെ ഉപദേഷ്ടകന്മാരോട് പോയി ചോദിക്കും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ ഉപദേഷ്ടാക്കന്മാർ, ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ആളുകൾ ഒരിക്കലും യേശുവിൻ്റെ നാമത്തിലെ സ്നാനത്തെ നിങ്ങൾക്ക് അനുവദിക്കില്ല, അംഗീകരിക്കില്ല. കാരണം അവർക്ക് നിർബന്ധമുണ്ട്, ഒരുവൻ പോലും സ്വർഗത്തിൽ പോകരുതെന്ന്. നിങ്ങൾ ഏത് സംഘടനയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും അവർക്ക് യാതൊരു വിരോധവുമില്ല സാത്താന്. നിങ്ങൾ ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിലേക്ക് മാറിയാലും സാത്താന് ഒരു വിരോധവുമില്ല. നിങ്ങൾ സകല രോഗികളെ സൗഖ്യമാക്കിയാലും മരിച്ചവരെ മുഴുവൻ ഉയർപ്പിച്ചാലും അവന് വിരോധമില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ പാപമോചന സ്നാനം പറയുമ്പോൾ അവന് പ്രശ്നമാണ്. ബാക്കി യേശുവിൻ്റെ നാമത്തിലാണ് ഇവരും
രോഗാത്മാക്കളെ ശാസിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലെ ഇവരും ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഭൂതങ്ങൾ പുറത്താക്കണമൊന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ പാപമോചന സ്നാനം സ്വീകരിക്കാത്ത ഒരുവൻ ഭൂതത്തെ പുറത്താക്കുന്നുവെങ്കിൽ ഭൂതം പുറത്താവുന്നില്ല. യേശു തന്നെ കൃത്യമായി പറയുകയാണ്, ഭൂതങ്ങളെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഭൂതത്തെ പുറത്താക്കുന്നവനും ഭൂതം ബാധിച്ചവനും രണ്ടും ഒറ്റ ആത്മാവില. അതുകൊണ്ട് ആത്മാക്കൾ തമ്മിൽ ഒരൊറ്റ അപ്പൻ്റെ മക്കളായതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നടക്കുകയാണ്, ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസ് നടക്കുകയാണ്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. ഇവർ കൈവയ്ക്കുമ്പോൾ, നീ കൈവച്ചോ, ഞാനൊന്ന് വീണോളാം, ഞാനൊന്ന് ഛർദ്ദിച്ചോളാം, ഒന്ന് ഉരുണ്ടോളാം, ഒന്ന് ഓളിയിട്ടോളാം. കാരണം നമ്മൾ ഒരപ്പൻ്റെ മക്കളാണ്, നമ്മൾ കൂടപ്പുറപ്പുകളാണ്. നമ്മളിവിടെ ലജ്ജിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ അപ്പൻ്റെ നാമത്തെ ഇവിടെ ദുഷിപ്പിക്കാൻ പാടില്ല. അതായത് പിശാചിന്റെ നാമത്തെയാണ് ഞാൻ പറയുന്നത്. അതിനെ ദുഷിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നാണ്. ഇവിടെ നമ്മൾ സിദ്ധരിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ പോകും എന്ന് പറഞ്ഞ് ഇവൻ കൈവയ്ക്കും. അവരൊന്ന് വീഴും, ഒന്ന് ഉരുളും, ഒന്ന് ഛർദ്ദിക്കും, ഒന്ന് കാറും. അത് കഴിഞ്ഞ് വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ ഈ ആത്മാവ് വേറൊരു രൂപത്തിൽ വരുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെയല്ലേ ഇന്ന് കള്ളപ്രവാചകന്മാർ പെരുകിയിരിക്കുന്നത്? അങ്ങനെയല്ലേ നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ മുടിഞ്ഞു പോയിരിക്കുന്നത്? അങ്ങനെയല്ലേ നിങ്ങളുടെ ആയുസ് ഇതുവരെയുള്ളത് ദുഷ്ടൻ കവർന്നെടുത്തിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ പാപമോചന സ്നാനമേറ്റ് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് വചനപ്രകാരം ജീവിക്കുന്നവർ, യേശുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്നവർ, അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം കൂട്ടായ്മ ആചരിക്കുന്നവർ, അങ്ങനെ ഉള്ളവർ കൽപ്പിച്ചാലേ ഭൂതം പോകുകയുള്ളൂ, അല്ലാതെ ഭൂതം പോകില്ല. പാപമോചനം ലഭിക്കാത്തവനിൽ അവൻ അങ്ങനെ തന്നെ പാവിയാണ്, അവനിൽ അങ്ങനെ തന്നെ ഭൂതമാണ്. അവൻ പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തികൾ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഭൂതം പുറത്തു പോകും? ആ വ്യക്തികളിൽ ഈ ഭൂമിയിലെ നിക്ഷേപമാണുള്ളത്. ഈ ഭൂമിയിലെ നിക്ഷേപം കൊണ്ട് പ്രിയപ്പെട്ടവരെ സാത്താനെ പ്രസാദിപ്പിക്കാനേ കഴിയുള്ളൂ, അവനെ പുറത്താക്കാൻ കഴിയില്ല. ഈ ഭൂമിയിൽ നിന്ന് നേടിയിട്ടുള്ളത് ഒന്നും കൊണ്ട് സാത്താനെ പുറത്താക്കാൻ കഴിയില്ല. അവനെ പ്രസാദിപ്പിക്കാൻ കഴിയും, അവനെ സന്തോഷിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. നിത്യനരകത്തിലേക്ക് വീണ്ടും സ്വരൂപിക്കാൻ കഴിയും. അവനോട് എതിർത്ത് നിന്ന് യേശുവിനോട് അടുക്കൽ വരിക, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. അങ്ങനെയെങ്കിലേ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം സ്വരൂപിക്കാൻ കഴിയുള്ളൂ. ബാക്കി ഇവിടെ ഏത് നിക്ഷേപം നിങ്ങൾ ഏത് ലോക്കറിൽ സ്വരൂപിച്ചാലും അതൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ ഇവിടെ നേടുന്നതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നല്ല വസ്ത്രം പോലും നമുക്ക് തരില്ല, നല്ല വസ്ത്രം പോലും തരില്ല. നമ്മൾ കണ്ടു, നമ്മുടെ കൺമുമ്പിൽ ഈ കഴിഞ്ഞ ഏറ്റവും നമുക്കിപ്പോഴും ആ കണ്ണുനീർ തോരാത്ത എത്രയോ ആളുകൾ വയനാട് ഉരുളുപൊട്ടിയ സംഭവത്തിൽ നമ്മൾ കണ്ടു ഇത്. പ്രിയ സഹോദരങ്ങളെ, എന്നിട്ടും ഇതൊന്നും കണ്ടില്ല, കേട്ടില്ല, ഇതൊന്നും എൻ്റെ കുടുംബത്തിലല്ല, ഇതൊന്നും എൻ്റെ വീട്ടിലല്ല, എൻ്റെ നാട്ടിലല്ല, എൻ്റെ കുഞ്ഞുങ്ങളിലല്ല അല്ല എന്ന് പറഞ്ഞു നടക്കുന്നവരോട് ഒരു കാര്യം ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അവിടെ നടന്നത് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നടക്കുവാൻ അധികം സമയമൊന്നും വേണ്ട. അവരും അവിടെ അന്തി ഉറങ്ങിയപ്പോ അവിടെ കിടന്നുറങ്ങിയാൽ ആരും വിചാരിച്ചില്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ ഉറക്കമാണെന്ന്. നമ്മൾക്ക് എത്ര പേർക്കറിയാൻ പറ്റും? എത്ര പേർക്ക് ഉറപ്പുണ്ട് നമ്മുടെ അവസാന നിമിഷമാണ് ഇതെന്ന്, ഇതെൻ്റെ അവസാന ദിവസമാണെന്ന്? എത്ര പേർക്ക് അറിയും? എത്ര പേർക്ക് പറയാൻ കഴിയും ഇതെൻ്റെ അവസാന ദിവസമല്ല, ഇനിയും ഞാൻ 100 കണക്കിന് വർഷങ്ങൾ ജീവിച്ചിരിക്കുമെന്ന്, ഇനിയും ഞാൻ വർഷങ്ങൾ ജീവിച്ചിരുന്ന് സാത്താന്റെ പ്രവൃത്തികളെ ചെയ്യുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾക്ക് നമ്മുടെ കർത്താവ് അനുവദിച്ചിട്ടുള്ള സമയത്ത് തന്നെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് യേശുവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് യേശുവിൽ അധ്വാനിച്ച് സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടുന്ന നിക്ഷേപത്തെ സ്വരൂപിച്ചു കൊള്ളുക. അല്ലാത്തതെല്ലാം ഇവിടെ വിട്ടേച്ചു പോകേണ്ടി വരും. ആരും നമ്മുടെ കൂടെ വരില്ല. ആരും നമ്മുടെ കൂടെ വരുന്നവർ മാക്സിമം കുഴിമാടം വരെ. ഇപ്പൊ അതും വരാൻ നേരമില്ല. എത്ര പ്രിയപ്പെട്ടവരാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞാലും, എത്ര വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, നിങ്ങളോടുകൂടെ അവർ യാത്ര ചെയ്യുന്നത്
നമ്മുടെ ശവടക്ക ശുശ്രൂഷ നടക്കുന്ന സ്ഥലം വരെയേ ഉണ്ടാവുകയുള്ളൂ. ആ മരണക്കുഴി വരെ അവരുടെ എല്ലാ യാത്രയും ഉണ്ടാവുള്ളൂ. അവിടെ അവസാനിക്കുമെല്ലാം. അവരൊരു ചായയും കുടിച്ച് അവർ പിരിയും. പിന്നെ നിങ്ങളെ തന്നെ അവർ മറന്നുപോകും. അത് എത്ര വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാലും. ചിലവർ പറയില്ലേ, എനിക്ക് എൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇല്ല, എൻ്റെ ജീവിത പങ്കാളി ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇല്ല, ഞാൻ ജീവിക്കുന്നതേ അവർക്ക് വേണ്ടിയാണ്, എൻ്റെ മക്കളില്ലെങ്കിൽ ഞാൻ പിന്നെ ഇല്ല. എത്ര പേര് മക്കൾ മരിച്ചപ്പോൾ കൂടെ മരിച്ചു? എത്ര പേര് ഭാര്യ മരിച്ചപ്പോൾ എത്ര ഭർത്താക്കന്മാർ കൂടെ മരിച്ചു? അപ്പനമ്മ മരിച്ചപ്പോൾ എത്ര മക്കൾ കൂടെ മരിച്ചു? പ്രിയപ്പെട്ടവരെ, നാം മറന്നു പോകരുത്, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. ഇവിടെയുള്ളതെല്ലാം നമ്മളെ വിട്ടുപോകും. ഒരല്പം കൂടെ തെളിച്ച് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഒരു മരണ വീട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു മരണ വീട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയുള്ളത് ഒരു വീട്ടിൽ മരണം നടന്നാൽ, മരണം ആർക്ക് സംഭവിക്കാം? മരണം നടന്നാൽ ആ ബോഡി മറവ് ചെയ്യാൻ മറ്റാരും സഹായിക്കാതെ, മറ്റാരും സഹകരിക്കാനില്ലാതെ ഒരു വീട്ടിലെ കുഞ്ഞുങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നതെങ്കിൽ, അവിടെ സഹോദരിമാരും കുഞ്ഞുങ്ങളും മാത്രമാണ് ശേഷിക്കുന്നതെങ്കിൽ, മറ്റാരുമില്ല ഈ ബോഡി മറവ് ചെയ്യാൻ. ആദ്യത്തെ ദിവസം കരച്ചില്, തങ്ങളുടെ പ്രിയപ്പെട്ടവൻ പോയി, അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയ പിതാവ് മരിച്ച ദുഃഖത്തിൽ കരയും. രണ്ടാമത്തെ ദിവസവും കരയും. മൂന്നാമത്തെ ദിവസം ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ ആരും ഈ ബോഡി മറവ് ചെയ്യാൻ വരുന്നില്ലെങ്കിൽ പിന്നത്തെ കരച്ചിലിൻ്റെ രീതി മാറും. പിന്നത്തെ കരച്ചിൽ എങ്ങനെയായിരിക്കുമെന്നറിയൂ? ആദ്യത്തെ 2 ദിവസം അല്ലെങ്കിൽ 2.5 ദിവസം കരയുന്നത്, എൻ്റെ അപ്പൻ എന്നെ വിട്ടുപോയി, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിട്ടുപോയി എന്ന ദുഃഖത്തിൽ കരയും. 2.5 ദിവസം കഴിഞ്ഞാൽ അടുത്തത് 3-ാം ദിവസം ആകുമ്പോഴേക്കും കരച്ചിലിൻ്റെ രീതി മാറും. ഇതിനെ ഒന്ന് കുഴിച്ചിടാൻ ആരെങ്കിലും വിടണമേ ദൈവമേ എന്ന് പറഞ്ഞ് കരയും. കാരണം പിന്നെ പതുക്കെ സ്മെല്ലടിച്ചു തുടങ്ങും. അപ്പോഴത്തെ കരച്ചിൽ ഇതിനെ കുഴിച്ചിടാൻ ആരെങ്കിലും വിടണമേ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അത് നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവർ മരിച്ചാലും. പിന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാനസിക രോഗികളായിട്ടുള്ളവർ തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോൾ ആരെയും അറിയിക്കാതെ വീടിനകത്ത് അടച്ചു പൂട്ടിയതും അസ്ഥികൂടത്തെ കെട്ടിപ്പിടിച്ച് കിടന്നതും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് ന്യൂസിലൂടെ. അതല്ലാതെ സുബോധമുള്ള ആരും തങ്ങൾക്ക് എത്ര വിലപ്പെട്ടവർ മരിച്ചാലും അത് ഉണക്കി വെക്കില്ല, അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കില്ല. ഈ ഒരു സത്യം നമ്മൾ അറിഞ്ഞേ മതിയാവൂ. മരണമെന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവർക്കെല്ലാം വേദനയാണ്. ദൈവമക്കൾക്ക് മരണം ഒരു വേദനയല്ല. തങ്ങൾ എത്ര പ്രിയപ്പെട്ടവർ മരിച്ചാലും യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടുള്ളവർ, യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചിട്ടുള്ള ഒരൊറ്റ വ്യക്തിക്കും മരണം ഒരു വേദനയായിരിക്കില്ല. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം തങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണെന്ന തിരിച്ചറിവ് സ്തോത്രം പറയാൻ അവരെ പ്രാപ്തരാക്കി മാറ്റും. ഇതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചിട്ടുണ്ടെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ഉറപ്പാക്കുക. നിങ്ങളിവിടെ എത്ര ഭൂസ്വത്ത് വാങ്ങിക്കൂട്ടിയാലും, ഏതെല്ലാം ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടായാലും, എത്ര കിലോ സ്വർണം വാങ്ങി വെച്ചാലും, നിങ്ങൾ എത്ര കെട്ടിടങ്ങൾ പണിതുകൂട്ടിയാലും, മറ്റെന്ത് സ്വത്ത് സ്വരൂപിച്ചു വെച്ചാലും, നിങ്ങൾ മരിച്ചാൽ അത് നിങ്ങളുടെ ഭൂമിയിൽ ശേഷിക്കുന്ന ആരും നിങ്ങൾക്ക് തന്നുവിടില്ല. അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ. ഇവിടെ ആയിരുന്നാൽ ഒരു പ്രയോജനം അതുകൊണ്ടില്ല. ഇവിടെ ഒന്നും ശേഖരിക്കേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ സാരാംശം. ഇവിടെ അന്നന്ന് കഴിയേണ്ടത് മതി പ്രിയപ്പെട്ടവരെ. അതിൽ കൂടുതലെല്ലാം സാത്താനുള്ളതാണ്. അന്നന്ന് കഴിയേണ്ടത് ബാക്കിയെല്ലാം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ ഉള്ളതാണ്. നമുക്ക് അന്നന്ന് കഴിയേണ്ടതും അത് സ്വർഗത്തിൽ നിക്ഷേപമായി മാറേണ്ടതും ശേഖരിക്കുക. അല്ലാത്തതെല്ലാം നമ്മളെ വിട്ടുപോകും. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പാവങ്ങളെ കഴുകിക്കളഞ്ഞ്
സ്നാനമേറ്റ് ദൈവത്തിൻ്റെ മക്കളായി തീർന്ന് ദൈവസഭയുടെ അംഗമായി തീർന്ന് അകത്ത് നിന്ന് വില കൊടുത്ത് എണ്ണ ശേഖരിക്കുക. വില കൊടുക്കേണ്ടത് വെള്ളിയും പൊന്നുമല്ല, നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ സ്വത്രക്കാഴ്ചയും ദശാംശവും വഴിപാടുമല്ല. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടില്ല. അത് ദൈവസഭയുടെ നടത്തിപ്പിനത് ആവശ്യമാണ്. അത് കൊടുക്കേണ്ടവർ കൊടുക്കുക തന്നെ ചെയ്യണം. അത് വേണ്ടെന്നല്ല, ദൈവസഭയുടെ നടത്തിപ്പിന് മാത്രം. അത് കൊടുത്തതുകൊണ്ട്, അത് നിങ്ങൾ കുറച്ചധികം കൊടുത്തതുകൊണ്ട്, നിങ്ങളുടെ പേഴ്സിലെ ഏറ്റവും വലുതെടുത്തതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഹല്ലേലൂയ. ഒന്നും കൊടുക്കാത്തവനെ സ്വർഗം എന്താ അനുഗ്രഹിക്കില്ലേ? ഒന്നും കൊടുക്കാനില്ലാത്തവരെ സ്വർഗം അനുഗ്രഹിക്കില്ല. അവരുടെയാ സ്വർഗം. ഒന്നും കയ്യിലില്ല, മനസ്സുണ്ട് പക്ഷെ കയ്യിലൊന്നുമില്ല. അവർ സമ്പാദിച്ചത് മുഴുവൻ സ്വർഗീയ നിക്ഷേപമാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് സ്വർഗീയ കവാടം സ്വമേധയാ തുറക്കപ്പെടും. അവരാണ് യേശു വരുമ്പോൾ ആദ്യം എടുക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അധ്വാനം സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കട്ടെ. പുഴു അരിക്കാത്തത്, ചെതലരിക്കാത്തത്, തുരുമ്പ് കയറാത്തത്, മോഷ്ടാക്കൾ മോഷ്ടിക്കാത്ത ഇടമായ സ്വർഗത്തിൽ തന്നെ നിക്ഷേപം സ്വരൂപിക്കണം. അത് ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ട് എന്ന് ഉറപ്പാക്കി വെക്കണം നമ്മൾ. അപ്പോഴാണ് നമ്മുടെ മരണം നമുക്ക് ആനന്ദമായി മാറുക. അപ്പോഴാണ് നമ്മുടെ മരണം നമുക്ക് സന്തോഷമായി തീരുക. കാരണം എൻ്റെ നിക്ഷേപം സ്വരൂപിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണല്ലോ ഞാൻ പോകുന്നത്. എൻ്റെ നിക്ഷേപം അവിടെയാണല്ലോ കോടികൾ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. ആ അക്കൗണ്ടുള്ള സ്ഥലത്തേക്കാണല്ലോ എൻ്റെ യാത്ര. അതുകൊണ്ട് മരണം അടുത്ത മണിക്കൂറുകളിൽ സഹോദരി നീ മരിക്കുമെന്ന് ഡോക്ടർ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഡോക്ടറെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാൻ കഴിയണം, സാറേ ഞാൻ മരിച്ചാൽ സ്വർഗത്തിലേക്കാണ്, ഞാൻ മരിച്ചാൽ അബ്രഹാം പിതാവിന്റെ മടിയിലേക്കാണ്, എൻ്റെ അരുമനാഥന്റെ അടുത്തേക്കാണ്, യേശുവിന്റെ സന്നിധിയിലേക്കാണ്, അവിടെയാണ് എൻ്റെ അക്കൗണ്ട്. സാർ മരിച്ചാൽ എവിടെ പോകും എന്ന് തിരിച്ചു ചോദിക്കാൻ ഓരോ ദൈവമക്കളും യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യമുള്ളവരായി വചനമറിയുന്നവരായി മാറണം. ഈ നാളുകളിൽ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നാളും നാഴികയും ഏറെയില്ല. ഇതിന്റെ സമയമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഞങ്ങൾക്ക് ആർക്കും പറയാൻ അനുവാദവുമില്ല. പക്ഷെ അടയാളങ്ങൾ കാണുന്നു. നമ്മൾ കൃത്യമായി യേശു പറഞ്ഞിട്ടുള്ള അടയാളങ്ങളെല്ലാം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തുള്ളതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം ഇനി നമ്മുടെ മുമ്പിൽ ഏറെ വർഷങ്ങളില്ല. ഏത് നാഴികയിൽ കള്ളം വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. കള്ളനെ പോലെ യേശു നമ്മുടെ മേൽ വരാതിരിക്കട്ടെ. യേശു വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടട്ടെ. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ആഗ്രഹവും ആശയും പ്രത്യാശയും പ്രയത്നവും എല്ലാം സ്വർഗത്തിലുള്ള നിക്ഷേപത്തിന് വേണ്ടിയായി തീരട്ടെ. അതിനുവേണ്ടി സർവശക്തനായ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ നല്ല ദൈവമേ, ഈ മെസ്സേജ് ഇത് കേൾക്കുന്ന മക്കളെയും ഞങ്ങളെയും യേശുവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് പാവങ്ങളെ കഴുകിക്കളഞ്ഞ് അങ്ങയോടും ദൈവസഭയോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ കാലങ്ങളിൽ ആ സ്വർഗത്തിലേക്ക് വേണ്ടുന്ന നിക്ഷേപം ശേഖരിക്കുന്നവരായി ഇത് കേൾക്കുന്നവർ മാറട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ ഈ മെസ്സേജിനെ ഏൽപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ, അങ്ങനെയുള്ള മക്കളെ സഹായിക്കണം. അങ്ങനെയുള്ളവരുടെ അടുക്കൽ ഞങ്ങളെ എത്തിക്കണം. അങ്ങനെയുള്ളവരെ ഞങ്ങളുടെ അടുക്കൽ എത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു കൂട്ടം ജനം എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പാപമോചന സ്നാനം സ്വീകരിക്കുന്ന ജനം എഴുന്നേൽക്കട്ടെ. യേശു കർത്താവേ, അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കളെ ഞങ്ങൾ സകലത്തിലും അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കേണ്ടതിന്, സ്വർഗത്തിൽ അവരുടെ നിക്ഷേപം സ്വരൂപിക്കേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.